വിപണിയിൽ നിക്ഷേപ താൽപ്പര്യം തുടരുക തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി തുടർച്ചയായുള്ള നിക്ഷേപം വിപണിയെ ഇപ്പോൾ ഒരു നിശ്ചിതമായ നിലവാരത്തിലേക്ക് ക്രമാനുഗതമായി നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കുന്നത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപ താൽപ്പര്യം തന്നെയാണ്. ഇന്നലെയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപത്തിലായിരുന്നു. കുറേ നാളുകൾക്കിടെയാണ് ഇങ്ങനെ തുടർച്ചയായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നത്. അതിൻ്റെ ഒരു സ്വാധീനം തന്നെയാണ് വിപണിയുടെ ഇപ്പോഴുള്ള നീക്കത്തിലുള്ളത്. മാത്രമല്ല, ആഗോള സാഹചര്യങ്ങളും തികച്ചും തൃപ്തികരം തന്നെയാണ്. ആഗോള വിപണിയിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ നേട്ടങ്ങളും എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ വിപണിയിലുള്ള മുന്നേറ്റത്തിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ്. ഏറ്റവും പ്രധാനമായി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താൽപ്പര്യം തന്നെയാണ് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഏറ്റവും പ്രേരകമായ ഘടകമായി പ്രവർത്തിക്കുന്നത്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ ഏതാണ്ട് 3000-ഓളം പോയിന്റിന്റെ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് മറ്റ് മേഖലകളിലും ഒപ്പം തന്നെ പ്രധാന സൂചികളിലും ഉണ്ടായിട്ടുള്ളത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും സമാനമായ രീതിയിലുള്ള നിക്ഷേപ താൽപ്പര്യം തുടരുന്നുമുണ്ട്. ഈ ഒരു നിക്ഷേപ താൽപ്പര്യം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഇനിയുള്ള ഒരു ഘട്ടത്തിൽ മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് 23,800 എന്നുള്ള നിലവാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ആഴ്ച തന്നെ അത് ഭേദിച്ചേക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ദിവസങ്ങളിലും മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഏപ്രിൽ മാസത്തിൽ ആദ്യ വാരത്തിൽ നടക്കാനിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിൽ എന്തായാലും ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടായേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ താല്പര്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതും വിപണി അടുത്ത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം അനുകൂലം തന്നെയാണ്. പല ഓഹരികളിലും തുടർച്ചയായി നിക്ഷേപ താല്പര്യം കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നില തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങും.